نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക്. ലബ്ബൈക്കിൻ്റെ മദ്രധ്വനികളുമായി കൊച്ചി എയർപോർട്ട് ഹാജിമാരുടെയും ബന്ധുജനങ്ങളുടെയും ഹജ്ജ് സേവകരുടെയും ഒഴുക്ക് വർദ്ധിച്ച് ക്യാമ്പ് ഉണർന്നു. ജൂൺ 4 ഒഴികെ എല്ലാ ദിവസവും സൗദി എയർലൈൻസിൻ്റെ വിമാനം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. 120ഓളം ഹജ്ജ് വോളണ്ടിയർമാരും 233 സ്വാഗത സംഘം അംഗങ്ങളും വിവിധ വകുപ്പ് നേതാക്കളും ഹജ്ജ് സെൽ ഓഫീസർമാരും അടക്കം നിരവധി പേരാണ് ക്യാമ്പിൻ്റെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ആത്മചൈതന്യം വിളിച്ചോതി തസ്കിയ പ്രഭാഷണവും ഹാജിമാരുടെ വിനയാനിത്വവും കൂടിച്ചേരുമ്പോൾ ഏതൊരാളുടെയും ഹൃദയത്തിൽ ആത്മീയ ചൈതന്യം വീണ്ടെടുക്കുന്നു. നാഥൻ്റെ വിളിക്കുത്തരം നൽകി പരിശുദ്ധ മക്കയിലും മറ്റ് അനുബന്ധ മേഖലകളിലും ത്യാഗസ്മരണകൾ പുതുക്കി ആത്മചൈതന്യം കൊള്ളുന്ന ഹാജിമാർക്കൊപ്പം ഹാജിമാർക്കായി സേവനം ചെയ്തവർക്കും ഇഷ്ടം വച്ചവർക്കും ലഭിക്കുമെന്ന് മതനേതാക്കൾ അഭിപ്രായപ്പെടുന്നു. ഇന്ന് രാവിലെ 8-ന് ക്യാമ്പിൽ നിന്നും 279 ഹാജിമാർ യാത്ര തിരിക്കും. ഉച്ചയ്ക്ക് 12:15-ന് എയർപോർട്ടിൽ നിന്നും ജിദ്ദയിലേക്കും യാത്രയാകും. രാത്രി 12:05-ന്റെ വിമാനത്തിൽ 289 ഹാജിമാരും യാത്രയാകും. അതോടെ 578 ഹാജിമാർ ഇന്ന് മക്കയിലേക്ക് യാത്ര തിരിക്കും. ഒപ്പം 4 വയസ്സായ അബ്ദുള്ള എന്ന കുട്ടിയും ഉണ്ടാകും. വിശദീകരണവുമായി ഹജ്ജ് ട്രെയിനിംഗ് ഓർഗനൈസർ കുഞ്ഞു മുഹമ്മദ് ഹാജി സംസാരിക്കുന്നു. ഒപ്പം നിരവധി നേതാക്കളും. ഹജ്ജ് ക്യാമ്പിൽ നിന്ന് പുറപ്പെടുന്ന ഹാജിമാർക്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും സിയാൽ അധികൃതരും മികച്ച സൗകര്യങ്ങളും സേവനങ്ങളുമാണ് ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത്. 27-ാം തീയതി 2 വിമാനങ്ങളാണ് പുറപ്പെടുന്നത്. രാവിലെ ഉച്ചയ്ക്ക് 12:10-നും രാത്രി 8:30-നുമായിട്ട് 2 വിമാനങ്ങൾ പുറപ്പെടുന്നു. 12:10 വിമാനത്തിൽ 279 ഹാജിമാരും അതിൽ ഖാദിമുൽ ഹുജ്ജാജ് ആബിദും ആണ് ഹാജിമാരുടെ കൂടെ പോകുന്നത്. എറണാകുളം ജില്ലാ ട്രെയിനർ എന്നുള്ള നിലയിൽ ഹാജിമാർക്ക് സാങ്കേതികമായ ക്ലാസ് നൽകുകയും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നെല്ലാം കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ അവരെ ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അവർ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് യാത്രയാക്കുന്നത്. ഹാജിമാർ രാവിലെ 9 മണി മുതൽ 12 മണി വരെ 12:12 ഹാജിമാർ ഹജ്ജ് അറൈവൽ ഹാളിൽ 10-ാം നമ്പർ പില്ലറിനടുത്ത് അവരുടെ ലഗേജുകൾ നൽകുകയും ലഗേജ് ക്ലെയിം പോർഷൻ വാങ്ങി അവർ ഹജ്ജ് ക്യാമ്പിലേക്ക് വരികയും രജിസ്ട്രേഷൻ ശേഷം അവരുടെ അക്കോമഡേഷൻ സൗകര്യങ്ങളും ഭക്ഷണം, പ്രെയർ ഹാൾ, വിശ്രമം എല്ലാം കാര്യങ്ങളും അവരെ കാണിച്ചു കൊടുക്കാൻ ധാരാളം വോളണ്ടിയേഴ്സും ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരും എല്ലാവരും ഇവിടെ സർവ സമയത്തും സജ്ജരായി ഓടി നടക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നാളത്തെ 12:10 വിമാനത്തിൽ ഒരു ജില്ലാ ട്രെയിനർ എന്നുള്ള നിലയിലും ഹാജിമാരോടൊത്ത് പോകാൻ കഴിയുന്ന സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷമോ ഒരു പ്രയാസവും കൂടാതെ നല്ല രീതിയിലുള്ള പൊരുത്തപ്പെട്ട രീതിയിൽ സ്വീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ. ഹജ്ജുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.